എപ്പോഴും ഇന്ത്യയെക്കാളും മുകളിൽ പല ഇൻഡെക്സുകളിലും നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ പാകിസ്ഥാൻവാദികളും മതമൗലികവാദികളും സുഡാപ്പികളും ഇവിടെ കിടന്ന് അരങ്ങ് തകർക്കുന്നത്. പാകിസ്ഥാനെ കണ്ടുപിടിക്കണം, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പാകിസ്ഥാനെ കണ്ടുപിടിക്കണം, പട്ടിണിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെക്കാട്ടിലും താഴെയാണ്, അതായത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം എന്നൊക്കെയാണ് ഇവർ പ്രധാനമായും പറഞ്ഞു വരുത്തുന്നത്. പല അങ്ങനെയുള്ള ആഗോള ഇൻഡെക്സുകളും പുറത്തു വരുമ്പോഴെല്ലാം തന്നെ ഇവർ ആനന്ദ നൃത്തം ചവിട്ടാറുണ്ട് എന്നുള്ളതും നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴിതാ മുമ്പ് അതിർത്തി പ്രവിശ്യ എന്നറിയപ്പെടുന്ന ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെടുകയാണ്. എന്തിനാണ് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നത്? അരിപ്പൊടി അഥവാ മാവ്, അതിനാണ് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ മാവ് എത്താത്തതിനാൽ സാമ്പത്തികമായി അവിടെയുള്ള ഫാക്ടറികളെല്ലാം തകരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബേക്കറികൾ സാമ്പത്തികമായി തകർന്ന് പൂട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എക്സ്പ്രസ് ട്രിബ്യൂണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭരണപരമായിട്ടുള്ള പിഴവുകളാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഖൈബർ പഖ്തൂൺഖ്വ നാൻവായി അസോസിയേഷൻ പ്രസിഡന്റ് ഗുൽ മുഹമ്മദും ജോയിന്റ് സെക്രട്ടറി ജഹാൻ സെബായിയും പറയുന്നു. പഞ്ചാബിൽ നിന്ന് തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് മാവ് അനുവദിക്കുന്നില്ല. ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. മാത്രമല്ല ഇവിടെ ലഭ്യമായ ഏത് മാവിൻ്റെയും വില അസാധാരണമായി വർദ്ധിച്ചു എന്നും അവർ പറയുന്നു. എത്രയാണെന്നറിയണോ? 1 കിലോ മാവിൻ്റെ വില തന്നെ ഇപ്പോൾ അതിഭീകരമാണ്. 10 കിലോ മാവ് മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 2000 രൂപയ്ക്ക് മേലെ കൊടുക്കേണ്ടി വരും എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. ദുർബലമായ വിപണിക്ക് ഇതൊരു പ്രഹരമാണ് എന്നും അവർ പറയുന്നു. ഒരു വശത്ത് വലിയ പണപ്പെരുപ്പമുണ്ടെങ്കിലും വൈദ്യുതി ക്ഷാമം ഒരു യാഥാർത്ഥ്യമായെന്നും പ്രാദേശികമായ ഉദ്യോഗസ്ഥർ അതിനെ മുത്തശ്ശിയാക്കുകയാണെന്നും ഈ പ്രമുഖ ബിസിനസ്സുകാർ പറയുന്നു. തന്തൂർ ഉടമകൾക്ക് ഇതെല്ലാം താങ്ങാനാവാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞങ്ങൾ ബിസിനസ് അടച്ചുപൂട്ടിയെന്നും അവർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.